നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വാർത്തകളുടെ പേരിൽ അത്ര എളുപ്പം ഒരു പത്രക്കാരനെ പിടിച്ചകത്തിടാൻ കഴിയില്ല എന്ന് ഭരണകൂടത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. കാരണം ഭരണകൂടമൊക്കെ ചെയ്യുന്ന ക്രൂരതകളുടെ 10% മാത്രമേ ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണാറുള്ളൂ. രാത്രിയിൽ വീട്ടിലേക്ക് ഇരച്ചു കയറി പ്രായമായ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് മകനെ ഉടുതുണി പോലുമില്ലാതെ തൂക്കിയെടുക്കുന്ന കാഴ്ച. ഒരുപക്ഷെ കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു ഇത്തരമൊരു സംഭവമെങ്കിൽ ഇന്നലെ രാത്രി ആ മാതാപിതാക്കൾ ഭയന്ന് വിറച്ചു കഴിഞ്ഞേനെ. 92 വയസ്സുള്ള പിതാവിന് ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് വരെ വന്നേനെ. പ്രായമായ മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് മകനെ ഉടുതുണി പോലുമില്ലാതെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ട്രോമയുണ്ടല്ലോ, ഇതാണ് ഭരണകൂടത്തിന്റെ സാഡിസം. പോലീസ് മകനെ ഇത്തരത്തിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ ആ ഭയം അവരെ ജീവിതകാലം മുഴുവൻ വേട്ടയാടും. സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഇത് വലിയ മാനഹാനി ഉണ്ടാക്കും. കുടുംബത്തിൽ പോലും ഒറ്റപ്പെടാനുള്ള സാധ്യത നിലനിൽക്കും. ഇത്തരം സാഹചര്യങ്ങൾ നേരിടുമ്പോൾ പേടിച്ച് പിന്മാറണം. മറ്റുള്ളവർക്കും ഇതൊരു മുന്നറിയിപ്പാണ്. ഇനിയും മറ്റൊരു ഷാജൻ സ്കറിയ ഉയർന്നു വരരുത്. ഷാജൻ സ്കറിയയുടെ പാത പിന്തുടരുന്നവരും ഷാജൻ സ്കറിയയിൽ നിന്ന് വ്യത്യസ്തമായി ഭരണകൂടത്തെ വിമർശിക്കുന്നവരുമൊക്കെ ഇത് കണ്ട് ഭയന്ന് പിന്നോട്ട് പിൻവാങ്ങണം. ഭരണകൂടവും പോലീസുമൊക്കെ സൃഷ്ടിക്കുന്ന ഒരുതരം ഫിയർ സൈക്കോസിസ്. എന്നാൽ ഇവിടെ എന്തുകൊണ്ട് കേരളത്തിൻ്റെ പോലീസും ഭരണകൂടവും പരാജയപ്പെട്ടു? അത് മനസ്സിലാക്കണമെങ്കിൽ ഷാജൻ സ്കറിയ എന്ന വ്യക്തിയുടെ കുടുംബത്തെ നമ്മൾ അടുത്തറിയണം. +2 തലം മുതൽ ഷാജൻ സ്കറിയയുടെ കുടുംബാംഗങ്ങളെ എനിക്ക് പരിചയമുണ്ട്. ഷാജൻ്റെ സഹോദരങ്ങളുമായി അന്നു മുതൽ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നു. അവർ ഒരു വ്യത്യസ്ത സ്പീഷീസാണ്. ഒറ്റ വാക്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാനേ കഴിയൂ. ഒറ്റയാനായി പത്രപ്രവർത്തക ലോകത്ത് തൻ്റേതായ വഴിവെട്ടി ഷാജൻ സ്കറിയ മുന്നോട്ട് പോയപ്പോൾ ആ കുടുംബാംഗങ്ങൾ ഷാജന് പൂർണ്ണ പിന്തുണ നൽകുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയതിന് തൊട്ടു പിന്നാലെ ഷാജൻ്റെ സഹോദരൻ എന്നെ വിളിക്കുമ്പോൾ ആ വാക്കുകൾക്കൊട്ടും വിറയില്ല. വളരെ ബോൾഡായി എന്നോട് സംസാരിക്കുന്നു. മരയോളുകളാണ് നമ്മുടെ കേരള പോലീസ്. അതുകൊണ്ടല്ലേ ഷാജനെ ഷർട്ട് പോലും ഇടാതെ അവർ കൊണ്ടുപോയത്. ഇത് ഷാജന് വലിയ സിമ്പതി ഉണ്ടാക്കും. സോയിമോനെ പോലുള്ളവർ ശക്തമായി നിലപാടെടുക്കണം. ഇതായിരുന്നു ഷാജൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞത്. ഞാൻ ഷാജൻ്റെ സഹോദരനുമായി കുറേയേറെ നേരം സംസാരിച്ചു. മാതാപിതാക്കളെ വിളിച്ച് ആശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരൻ എന്നോട് പറയുകയാണ്, അവരെ വിളിച്ച് ആശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഞങ്ങൾക്ക് വേണ്ട ധൈര്യം തരും. അതാണ് ഷാജൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകത. ആ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ വലിയ ബോൾഡ് നേച്ചർ. ഷാജൻ്റെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷാജൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായി അറിയാം. ആരുപദേശിച്ചാലും കേൾക്കില്ല. ഷാജൻ്റെ സഹോദരിമാരിൽ ചിലർ കന്യാസ്ത്രീകളാണ്. പണ്ടൊക്കെ ഷാജനെ അവർ നിരന്തരം ഉപദേശിക്കും. എന്തിനാണ് വെറുതെ പുലിവാല് പിടിക്കുന്നത്? എന്തിനാണ് വാർത്തകളുടെ പേരിൽ ഇങ്ങനെ കേസുണ്ടാക്കുന്നത്? നിരന്തരം കേസും പ്രശ്നങ്ങളുമായി ജീവിക്കുമ്പോൾ കുടുംബജീവിതം പോലും ബുദ്ധിമുട്ടേറിയതാവില്ലേ? ഇതിൽ നിന്നൊക്കെ മാറി സ്വസ്ഥമായി വാർത്ത ചെയ്യാൻ അവർ പലപ്പോഴും ഷാജനെ ഉപദേശിക്കും. എന്നാൽ ഇതേ കന്യാസ്ത്രീമാരെ മറ്റു സഹോദരങ്ങൾ ചേർന്ന് പിന്നീട് തിരുത്തി. അത് ഷാജൻ്റെ വഴി, കന്യാസ്ത്രീകൾക്ക് കന്യാസ്ത്രീകളുടെ വഴി. മറുനാടനോ മാപ്രകൾക്കോ മനുഷ്യരെ വേട്ടയാടാൻ ഭരണഘടനയുടെ ഏത് വകുപ്പാണ് അധികാരം നൽകിയിട്ടുള്ളത് എന്ന് ശ്രീജിത്ത് പെരുമനയെപ്പോലുള്ള അഭിഭാഷകർ ചോദിക്കുന്നു. ഇവരൊക്കെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരാണ്, പോലീസിന്റെ ഏറാൻമൂളികളാണ്. മാധ്യമപ്രവർത്തകർക്ക് സാധാരണക്കാരിൽ നിന്ന് കൂടുതലായി ഒരു അധികാരവുമില്ല എന്ന് ശ്രീജിത്തിനെ പോലുള്ളവർ പറയുന്നു. ജനാധിപത്യത്തിന്റെ 4ാം തൂണായി നിൽക്കുന്ന ജേർണലിസ്റ്റുകളെ അത്ര എളുപ്പം പീഡിപ്പിക്കാനോ അവരുടെ വാ മൂടിക്കെട്ടാനോ ഭരണകൂടത്തിന് കഴിയില്ല. കാരണം ജനങ്ങളുടെ പിന്തുണയിലാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. അത് മനസ്സിലാക്കി തന്നെയാണ് എന്നെപ്പോലുള്ളവർ ഇടം കണ്ടെത്തിയിരിക്കുന്നതും. പിന്നെ വാർത്തകൾ അവതരിപ്പിക്കുമ്പോഴും സ്വന്തം അഭിപ്രായങ്ങൾ പറയുമ്പോഴും അവരവരുടേതായ ശൈലി. ചിലപ്പോൾ അത് മൂർച്ചയുള്ളതാകാം, ചിലപ്പോഴത് വെല്ലുവിളിയുടേതാകാം. എല്ലാ സത്യങ്ങളും ഒരുപക്ഷെ വാർത്തയാകില്ല, എല്ലാ വാർത്തകളും ഒരുപക്ഷെ സത്യങ്ങളുമാവില്ല. ഇതൊക്കെ മനുഷ്യസഹജമായ ഒട്ടനവധി വീഴ്ചകളുടെയും വിജയങ്ങളുടെയും കഥയാണ്. മാധ്യമപ്രവർത്തനത്തിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ ക്രിമിനലിനെ പോലെ വേട്ടയാടാൻ നമ്മൾ അനുവദിക്കരുത്. അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ മഹത്വം. ഇവിടെ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷവുമൊക്കെ എന്തുകൊണ്ട് നിശബ്ദരായി നിൽക്കുന്നു എന്ന സംശയം നമുക്കേറെയാണ്. വിമർശനങ്ങളേറ്റ കോൺഗ്രസ് നേതാക്കൾ ഷാജനെ പിന്തുണയ്ക്കാൻ ഇപ്പോൾ എത്തുന്നില്ല. എന്നാൽ BJPയുടെ ഉന്നത നേതാക്കൾ ശക്തമായ പിന്തുണയാണ് ഷാജന് നൽകിയിരിക്കുന്നത്.
BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്റെ വാക്കുകൾ കൂടുതൽ മൂർച്ചയുള്ളതാക്കി. ഭയമില്ലാത്തവനെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഷാജനെ അത്ര എളുപ്പം വീഴ്ത്താൻ ഈ ഭരണകൂടത്തിനും പോലീസിനുമൊന്നും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഷാജൻ സ്കറിയ ഷർട്ടിടാൻ വിസമ്മതിച്ചു എന്ന തിയറി ഇപ്പോൾ പോലീസും ഭരണകൂട പിന്താങ്ങികളും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന്റെ വാസ്തവം എന്തുമാകട്ടെ, നാട്ടിൽ നിന്ന് കുടപ്പനക്കുന്നിലെ വീട്ടിൽ ഷാജൻ എത്തിയത് രാത്രി 9 മണിയോടെയാണ്. ആ സമയത്ത് ഒരാളെ പ്രായമായ മാതാപിതാക്കളുടെ മുന്നിൽ നിന്നാണ് പോലീസ് തൂക്കിയെടുത്തു കൊണ്ടുപോയത്. എന്തായാലും ഷാജൻ സ്കറിയയ്ക്ക് അനുകൂല തരംഗമുണ്ടാക്കാൻ കേരള പോലീസിനും പിണറായി വിജയനുമൊക്കെ ഇന്നലത്തെ ഒരൊറ്റ ദിവസം കഴിഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 23 ഒരു പരാതിയിൽ മാസങ്ങൾക്ക് ശേഷം ഒരു മിന്നൽ ഓപ്പറേഷൻ അഥവാ സർജിക്കൽ സ്ട്രൈക്ക്. ഇതാരെ തൃപ്തിപ്പെടുത്താനാണ് എന്ന ചോദ്യം മാത്രമേ ഇവിടെ ബാക്കി. കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ഷാജൻ സ്കറിയ നൽകുന്ന വാർത്തകളിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ ഒരുപക്ഷെ ആർക്കാവും ഷാജനെ ഇത്ര പെട്ടെന്ന് കൊടുക്കാനുള്ള ഈ ത്വരയെന്ന് വ്യക്തമാകും. ഷർട്ടിടാത്ത ഷാജൻ പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നീട് മെഡിക്കൽ പരിശോധനയ്ക്കും നടന്നു പോകുന്നു. ഇതൊക്കെ ചാനലുകൾ ലൈവായി പകർത്തി നൽകുന്നു. ഇതിന്റെ അപമാനം ചെന്നലയ്ക്കുന്നത് പിണറായി വിജയൻ സർക്കാരിൽ തന്നെയല്ലേ? ഒരു കാര്യം കേരള പോലീസും ഭരണകൂടവുമൊക്കെ മനസ്സിലാക്കുക. മജിസ്ട്രേറ്റിന് മുന്നിൽ ഷാജനെ ഹാജരാക്കിയത് നട്ടപ്പാതിരയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഷാജന് ജാമ്യം കൊടുത്തുവെങ്കിൽ അത് പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും വീഴ്ച തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഒരു നോട്ടീസ് നൽകി സ്റ്റേഷനിൽ വിളിപ്പിച്ചു വരുത്തി ഷാജന്റെ മറുപടി കേട്ട് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യുക, അതായിരുന്നില്ലേ യഥാർത്ഥ വഴി? ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് ഷാജൻ ഭരണകൂട ഭീകരതയുടെ രക്തസാക്ഷിയായി. ഒരു കാര്യം വ്യക്തമാണ്, ഷാജൻ സ്കറിയ ഇനി പോലീസിനോടും പിണറായിയോടുമൊക്കെ കൂടുതൽ ഭക്തിയുള്ളവനായിരിക്കും. ഷാജനോട് അനിഷ്ടമുള്ളവരുടെ എണ്ണം ഒരൊറ്റ രാത്രി കൊണ്ട് മിനിമം ഒരു 80% കുറച്ചു കൊടുക്കാൻ ഈ ഭരണകൂടത്തിനും പിണറായി പോലീസിനും കഴിഞ്ഞു. പരമ്പരാഗത രീതിയിലുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ കാലഘട്ടം അസ്തമിച്ചുവെന്ന് ഇനിയെങ്കിലും ഭരണകൂടവും പോലീസും ഒക്കെ മനസ്സിലാക്കണം. ഇവിടെ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം എന്ന സ്വതന്ത്ര സംവിധാനം ശക്തിപ്പെട്ടു വരുന്നു. ഓരോ പ്ലാറ്റ്ഫോമിന്റെയും ഉടമസ്ഥർ കൂടുതൽ ശക്തരാണിവിടെ. ഷാജൻ സ്കറിയ പ്രതിനിധാനം ചെയ്യുന്ന മറുനാടൻ മലയാളി ഷാജന്റെ സ്വന്തം സ്ഥാപനമാണ്. മറ്റു മാധ്യമപ്രവർത്തകരെ ഭരണകൂട ഭീകരത കൊണ്ട് വിറപ്പിക്കാൻ കഴിയും. പ്രത്യേകിച്ച് മാതൃഭൂമിയിലോ മനോരമയിലോ ഒക്കെ ജോലി ചെയ്യുന്ന ജേർണലിസ്റ്റുകളെ അവരെ പലവിധ സമ്മർദ്ദങ്ങൾ കൊണ്ട് തളർത്താനും കഴിയും. കാരണം മാനേജ്മെന്റിനെ തങ്ങളുടെ പരിധിയിൽ നിർത്തിയാൽ മതി ഭരണകൂടത്തിന്. മാധ്യമങ്ങളെ പണം നൽകി ചിലർക്ക് തങ്ങളുടെ കസ്റ്റഡിയിലാക്കാൻ കഴിയും. ഭരണകൂടത്തിന് പലപ്പോഴും പരസ്യങ്ങൾ വാരിക്കൊടുത്ത് അവരെ തങ്ങളുടെ ഇംഗിതത്തിന് വഴിപ്പെടുത്തിയെടുക്കാൻ കഴിയും. എന്നാൽ ഷാജന്റെ മറുനാടനോ മലയാളി വാർത്തയ്ക്കോ അത്തരം താൽപ്പര്യങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടതില്ല. സർക്കാർ പരസ്യങ്ങൾക്കായി ഞങ്ങൾ ആരുടെയും വാതിലിൽ മുട്ടിയിട്ടില്ല. ഇന്ന് വരെ ഒരൊറ്റ പണപ്പിരിവ് ഈ മാധ്യമ സ്ഥാപനത്തിന്റെ പേരിൽ നടത്താൻ നമ്മൾ ശ്രമിക്കാറുമില്ല. പലപ്പോഴും പ്രതിപക്ഷം ദുർബലമാകുമ്പോഴാണ് ഇത്തരം മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ശക്തി കൂടുന്നത്. ഭരണകൂടത്തെ വിമർശിക്കുന്നത് ഒരുപിടി ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതിന്റെ മൂർച്ച എത്ര കൂടിയാലും പ്രേക്ഷക പിന്തുണ വർദ്ധിക്കത്തേയുള്ളൂ. ഷാജൻ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ നിയമപരമായി തന്നെ നേരിടാനുള്ള ആർജവം കേരള പോലീസും ഭരണകൂടവും കാണിക്കണം. അതല്ലാതെ അർദ്ധരാത്രിയിൽ ഷാജനെ വലിച്ചിഴച്ചു കൊണ്ടുപോവുക. മുൻപ് ശ്രീനിജൻ കേസിൽ അർദ്ധരാത്രിയിൽ ഷാജന്റെ ഓഫീസിൽ ചെന്ന് കമ്പ്യൂട്ടറുകൾ പെറുക്കിയെടുക്കുന്ന നടപടികൾ ചെയ്യുക. ചില മാധ്യമപ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശൈലിയൊക്കെ ഭരണകൂടത്തിനുണ്ട്. നരേന്ദ്രമോദി സർക്കാരോ ഉത്തർപ്രദേശ് സർക്കാരോ ഇത്തരത്തിലൊരു മാധ്യമപ്രവർത്തകനെ ഷർട്ടൂരി സ്റ്റേഷനിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ ഇവിടെയുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളും സാംസ്കാരിക നായകരുമൊക്കെ പ്രതികരിക്കില്ലേ? സാംസ്കാരികമായി ഏറെ ഉന്നതിയിലാണ് എന്ന് അവമതിക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്തിലാണ് ഇത്ര നെറികെട്ട സംവിധാനം. തങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം പാളിപ്പോയി എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ രാത്രി മനസ്സിലായി. ഷാജൻ സ്കറിയെ തൂക്കിയെടുത്ത് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ആ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയിരുന്നു. 2-3 ഇന്നോവയും ബൊലോറകളുമൊക്കെ അപ്പോൾ അവിടെ എത്തി. നൊടിയുടെക്കുള്ളിൽ മാധ്യമപ്രവർത്തകർ അവിടെ നിറഞ്ഞു. പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ശക്തമായ പ്രതികരണം. നിങ്ങൾ കാട്ടിക്കൂട്ടിയത് മരയൂളത്തരമാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ചിലർ പച്ചയ്ക്ക് പറഞ്ഞപ്പോൾ ഏമാന്മാർക്ക് പുള്ളി. പിന്നീട് പോലീസ് വാഹനങ്ങളുടെ ലൈറ്റ് വരെ ഊരിവെച്ചാണ് ഏമാന്മാർ അവിടെ നിന്ന് മുങ്ങിയത്. സർവമാന കുറ്റകൃത്യങ്ങളും അങ്ങനെ CI നിയാസിന്റെ തലയിൽ ചെന്ന് വീണു. ഷാജൻ സ്കറിയ എന്ന വ്യക്തി കൊടും തീവ്രവാദിയാണോ ഇത്തരത്തിൽ ഷർട്ടൂരി കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനകത്തിടാൻ? ഇയാൾ പാകിസ്ഥാനിൽ നിന്നോ മറ്റെവിടങ്ങളിൽ നിന്നോ കേരളത്തിലേക്ക് കള്ളപ്പണം എത്തിച്ചോ? അതോ ഭീകരപ്രവർത്തനം ഏതെങ്കിലും കേരളത്തിൽ നടത്തിയോ? സാധാരണഗതിയിൽ ഇത്തരം മാധ്യമപ്രവർത്തകരെ ഒതുക്കാൻ പെണ്ണിനെ വരെ ഉപയോഗിക്കാറുണ്ട്. ഏതെങ്കിലും സ്ത്രീ പീഡനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് അകത്തിടുക. അത്തരം ഏതെങ്കിലും ഒരു കേസ് ഷാജന്റെ പേരിലുണ്ടോ?
ഒരുപാട് തീവ്രവാദികൾ ഒളിച്ചു കഴിയുന്ന കേരളത്തിൽ ഏതെങ്കിലും ഒരു തീവ്രവാദിക്ക് ഒളിക്കാനുള്ള ഇടമോ പണമോ ഷാജനെ പോലുള്ളവർ നൽകിയിട്ടുണ്ടോ? പിന്നെന്തിനാണ് ഈ കിരാത പോലീസ് വാഴ്ച? ചില മാധ്യമ പരീക്ഷകൾ ഇപ്പോഴും മിണ്ടാതിരിക്കുകയാണ്. തങ്ങളിൽ ഒരുത്തനെ ചില കഴുതപ്പുലികൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ട് പുഞ്ചിരിക്കുന്ന സഹപ്രവർത്തകർ. അവർക്കൊക്കെ നേരെ ഇതേ കഴുതപ്പുലികൾ ഒരിക്കൽ തിരിഞ്ഞുകുത്തും എന്ന് തിരിച്ചറിയാനുള്ള വിവേകമുണ്ടാകണം. പോൾ പി ജോസഫിനെ പോലുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്നു, നമ്മുടെ കാട്ടിലെ ഒറ്റയാനായിരുന്ന അരിക്കൊമ്പൻ, അവനെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി മയക്കുവെടി വെച്ച് പിടിച്ച് കയ്യും കാലും കെട്ടിവരിഞ്ഞു, കുങ്കിയാനകളെ കൊണ്ട് മർദ്ദിച്ച് നാട് കടത്തി. ഇതൊക്കെ ചെയ്ത ഒരു റിസോർട്ട് മാഫിയ. സമാനമായ തലത്തിലാണ് മാധ്യമരംഗത്ത് ഒറ്റയാനായി നിൽക്കുന്ന ഷാജൻ സ്കറിയയെ മയക്കുവെടി വെച്ച് ഈ കാട് കടത്താനുള്ള യത്നം അവർ നടത്തിക്കൂട്ടുന്നത്. ചിലർക്കൊക്കെ കേരളത്തിൽ സ്വൈര്യമായി വിഹരിക്കണമെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ വാ മൂടിക്കെട്ടണം. ഇതൊരു പ്രതീകമാണ്. ഷാജൻ സ്കറിയയുടെ വാ മൂടിക്കെട്ടാൻ ഭരണകൂടം വിജയിച്ചാൽ മറ്റുള്ളവർക്കുള്ള കൃത്യമായ താക്കീതായി മാറും ഇത്. ഭരണകൂടവും കളങ്കിത കച്ചവടക്കാരും തീവ്രവാദികളുമൊക്കെ ഭരണകൂടത്തെ നിയന്ത്രിക്കുമ്പോൾ ഇതല്ല ഇതിലപ്പുറവും ഇവിടെ നടക്കും. ഇവിടെയാണ് നമ്മൾ ഷാജനുള്ള പിന്തുണയുടെ ആഴമറിയാൻ. ആ കുടുംബം തന്നെയാണ് ഷാജൻ്റെ ശക്തി. ഉടുതുണിയില്ലാതെ ഷാജനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയാലും അവർ കുലുങ്ങില്ല. അവർക്കത് അഭിമാനമായി മാറും. ഷാജൻ്റെ സഹോദരങ്ങൾ അതുകൊണ്ട് തന്നെ അവനെ ചേർത്ത് പിടിക്കും. ഷാജൻ്റെ സുഹൃത്തുക്കളും ഷാജനെ പിന്തുണയ്ക്കുന്നവരുമൊക്കെ സത്യത്തിൻ്റെ വാമൂടിക്കെട്ടാനുള്ള സർക്കാർ ശ്രമങ്ങളെ മുച്ചൂടും എതിർക്കും. നിയമത്തിൻ്റെ വഴികളിലൂടെ, പോരാട്ടത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകാനുള്ള കൃത്യമായ വഴിയൊക്കെ ഷാജൻ അറിയാം. നാളുകളിൽ ഏതെങ്കിലും കേസുകളിൽ കുരുക്കിലകപ്പെടുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. എങ്കിലും ഓരോ നിമിഷവും പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുക, അതാണ് ഷാജൻ്റെ ശൈലി. ഇത്തരം ശൈലി ശക്തമാക്കുമ്പോൾ തങ്ങളുടെ പോലീസ് വണ്ടിയുടെ ലൈറ്റ് പോലും ഊരിവെച്ച് ഏമാന്മാർ വണ്ടി വിടും. കാരണം അതൊക്കെ കാലഘട്ടത്തിൻ്റെ നീതിയാണ്. ആ നീതിയെ തച്ചുടയ്ക്കാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല. അതാണ് ജനാധിപത്യത്തിൻ്റെ കരുത്തായ ആ നാലാം തൂൺ, ജേർണലിസം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.